ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ 1ാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? 8ാമത്തെ ചാപ്റ്റർ, SS-ലെ 7ാം ക്ലാസ്സിലെ SS-ലെ ന്യൂ സിലബസ് പ്രകാരമുള്ള 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രാമസഭകളെക്കുറിച്ച്, അതുപോലെ ഗ്രാമസഭകളുടെ വാർഡ് സഭ, ഗ്രാമസഭ, അതുപോലെ വാർഡ് സഭ ഇവയൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ കൂടുതലായിട്ട് പറയുന്നത്. ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമുക്കറിയാം, ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് വാർഡ് മെമ്പർ ആയിരിക്കും. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ ഗ്രാമസഭയിൽ പങ്കെടുക്കും. ഇനി അതുപോലെ ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം ഏതാണ്? അതാണ് വാർഡ് സഭകൾ. ഗ്രാമസഭയ്ക്ക് പകരമായിട്ടുള്ളത് വാർഡ് സഭകളാണ്. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരായിരിക്കും? ഗ്രാമസഭയ്ക്ക് കൺവീനർ ഉണ്ടായിരിക്കും. അത് നമ്മുടെ വാർഡ് മെമ്പർ ഉൾപ്പെടുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്ലാസ് സഭ, അപ്പോൾ അത് കുട്ടികൾക്കായിട്ട് ഉള്ള സഭകളാണ് ക്ലാസ് സഭകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിലെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജിയുടെ സ്വപ്നം എന്താണ്? എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ആശയം. അപ്പോൾ ഹരിജൻ എന്ന ഗാന്ധിജിയുടെ ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇനി ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, അതായത് സ്വയം തൊഴിൽ നേടുക, സ്വയം പര്യാപ്തത കൈവരിക്കുക, ഭക്ഷ്യവസ്തുക്കളൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമുക്ക് ആവശ്യമുള്ള വസ്ത്രത്തിനുള്ള പരുത്തി നമ്മൾ തന്നെ നിർമ്മിക്കുക. ഇതൊക്കെയാണ് അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും കളിസ്ഥലങ്ങൾ ഇതൊക്കെ വേണമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ആര് വിശ്വസിച്ചിരുന്നത്? ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നത് ആരുടെ അഭിപ്രായമാണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? നമ്മുടെ ഗാന്ധിജിയുടെ അഭിപ്രായമാണ്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകം നമുക്കറിയാം എന്താണ്? ഗ്രാമങ്ങളായതിനാൽ അവിടെ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം ജനക്ഷേമകരമാണ് എന്നാണ് പറയുന്നത്. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സ്വയംഭരണ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരാ? അത് ഗ്രാമസ്വരാജാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്തിനു വേണ്ടിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം
സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അധികാരം പൂർണ്ണമായും ആരിലേക്ക് നിക്ഷിപ്തമാക്കുക, ജനങ്ങൾക്ക് വീതിച്ച് നൽകുക. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് എന്ന് ആര് പറയുന്നത്, നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഇനി അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കി. അപ്പോൾ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫലമാണ് എന്ത്, ഗ്രാമപഞ്ചായത്തുകളാണ് പാലം പണി പൂർത്തിയാക്കിയത്, വേഗത്തിൽ പൂർത്തിയാക്കി. അർഹരായവരെ കണ്ടെത്താൻ ഗ്രാമസഭയിൽ പ്രത്യേക സമിതി സ്വപ്ന ഭവനം പദ്ധതി യാഥാർത്ഥ്യമായി. അപ്പോൾ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നു, അവിടെ എന്താണ്, അർഹരായവർക്ക് സ്വപ്ന ഭവനം പദ്ധതി നൽകുന്നു. ഇനി വാർഡ് വികസന സമിതി സജീവമായി, എല്ലാവർക്കും കുടിനീർ സുലഭം. അപ്പോൾ വാർഡ് തലത്തിലൊക്കെ ആളുകൾക്ക് എന്ത് കിട്ടാറുണ്ട്, കുടിവെള്ളം ലഭിക്കാറുണ്ടല്ലേ. ഇനി കർഷക കൂട്ടായ്മ ഉണർന്നു, കൊയ്ത്ത് യന്ത്രങ്ങൾ പാടത്തേക്ക്, ജനങ്ങൾ മുൻകൈയെടുത്തു, പാതയോരങ്ങളിൽ തണൽ വിരിഞ്ഞു, ജനപങ്കാളിത്തമേറെ, ഗ്രാമത്തിലെ റോഡുകൾ സജ്ജം, സഞ്ചാരയോഗ്യം. അപ്പം ഇതിൽ നിന്ന് അധികാര വികേന്ദ്രീകരണം എന്താണ്, അത് മാത്രമേ ഫലപ്രദമായി നടക്കുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ ഗാന്ധിജി പറഞ്ഞത്. മുകളിൽ കൊടുത്തിട്ടുള്ള കൊളാഷിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ജനപങ്കാളിത്തം കൊണ്ട് വിജയം വരിച്ച പ്രാദേശിക വികസന പദ്ധതികളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, ഇത്രയും നേരം പറഞ്ഞത്. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്ന് ആര് പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് എന്ത്, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ആർക്കാ, ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്രയും നേരം നമ്മൾ അധികാര വികേന്ദ്രീകരണം എന്താണ് എന്ന് പഠിച്ചു എങ്കിൽ ഇനി നമ്മൾ അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചില ആൾക്കാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും. അവരത് പതിച്ച് കിട്ടിയതുപോലെ ഇങ്ങനെ കൈവശമാക്കി വെച്ചിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന് എന്തൊക്കെ സവിശേഷതകളുണ്ടെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. അപ്പോൾ അധികാര വികേന്ദ്രീകരണം ഉണ്ടെങ്കിൽ പ്രാദേശിക വികസനം നടക്കും. ഇനി വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. അപ്പോൾ ഏതാണ് വികസനമാണ് മുൻപേ നടത്തേണ്ടത് എന്ന ആ ഒരു മുൻഗണന നിശ്ചയിക്കാൻ അധികാര വികേന്ദ്രീകരണത്തിന് കഴിയും. ഇനി സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിലൂടെ സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. അതുപോലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉണ്ടാകുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ എന്താണ് സവിശേഷതയാണ്. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ, അപ്പോൾ ഓരോ കാലങ്ങളിലെയും അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. അപ്പോൾ ഈ പഞ്ചായത്ത് പറയുന്നത് നമ്മുടെ കാലത്ത് ആദ്യകാലം മുതൽ തന്നെയുള്ള ഒരു ഗ്രാമീണ വ്യവസ്ഥ, പുരാതന കാലം മുതൽ തന്നെ ഇതുണ്ട്. അതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു പഞ്ചായത്തുകൾ. അപ്പോൾ ഗ്രാമ ജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ്, പഞ്ചായത്തുകളെയാണ്. അവ പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ചാണ്. അഞ്ച് ആയത് യോഗം അഥവാ സമ്മേളനം. അപ്പോൾ ഈ പഞ്ച ആയത് അതിൽ നിന്നാണ് എന്തായത്, നമ്മുടെ ഈ പഞ്ചായത്ത് എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച്,
ആയത് എന്ന് പറഞ്ഞാൽ യോഗമല്ലെങ്കിൽ സമ്മേളനം എന്നാണ് അർത്ഥം. എന്നീ സംസ്കൃത പദങ്ങളിൽ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ പഞ്ചായത്ത് എന്ന സംസ്കൃത പദം രൂപം കൊണ്ടത് ഏതൊക്കെ വാക്കുകളിൽ നിന്നാണെന്ന് ചോദിച്ചാൽ പഞ്ച, ആയത് എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എന്ത് ചെയ്തു? നമ്മുടെ പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ എന്ത് ചെയ്തു? ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത്. അദ്ദേഹം എന്നാണ്? 1882 തദ്ദേശ സ്വയംഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവയെ പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ഏത് ആക്ടിലൂടെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ പറയുന്നു. നിർദ്ദേശക തത്വങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എത്രാമത്തെ അനുച്ഛേദത്തിൽ? 40 അനുച്ഛേദത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി എന്ത് ചെയ്തു? ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതുപോലെ അശോക് മേത്ത കമ്മിറ്റി. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ട? നമ്മുടെ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റികളാണ്. അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപം കൊണ്ട കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും എന്ന് പറയുന്നത്. ഇനി നോക്കാം, എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ? അപ്പോൾ എന്താണ് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായി പഠിച്ചങ്ങ് പോകാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി രൂപം കൊണ്ടത് 1957 അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിക്ക് രൂപം നൽകിയത് 1957. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ രൂപം കൊണ്ടത് ഏത് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്തുണ്ട്, പഞ്ചായത്ത് സമിതിയുണ്ട്, പിന്നെന്താണ്? ജില്ലാ പരിഷത്ത് എന്നിവ. ഇനി ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് നൽകിയതും അതുപോലെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന് നൽകി. അപ്പോൾ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും ആർക്കും നൽകി? ജില്ലാ പരിഷത്തിനും നൽകി. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്താണ്. ഇനി മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും നൽകുകയുണ്ടായി. ഇനി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്നാണ് ഗ്രാമപഞ്ചായത്തുകളിൽ എന്ത് കൊണ്ടുവന്നു? ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്.
ഇനി ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പും കൊണ്ടുവന്നു. അപ്പോൾ ജില്ലാ പരിഷത്തിലും അതുപോലെ പഞ്ചായത്ത് സമിതിയിലും എന്ത് കൊണ്ടുവന്നു? പരോക്ഷ തിരഞ്ഞെടുപ്പും കൊണ്ടുവന്നത് ഏത് കമ്മിറ്റിയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളിൽപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. അതായത് നമ്മൾ പറഞ്ഞ 3 പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ കൊണ്ടുവന്നു. ഇതിൽ ആസൂത്രണ വികസനത്തിനുള്ള അധികാരം ആർക്ക് നൽകി? പഞ്ചായത്ത് സമിതികൾക്ക് നൽകി. മേൽനോട്ടവും സംഘാടനവും ആർക്ക് നൽകി? ജില്ലാ പഞ്ചായത്തിന് നൽകി. ഗ്രാമപഞ്ചായത്തുകളിലെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് വന്നു. പിന്നെ ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പും വന്നു. ഇനി അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയാണ് നമ്മൾ നോക്കുന്നത്. 1978 അശോക് മേത്ത കമ്മിറ്റി രൂപം കൊള്ളുന്നത്. 1978. ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം. അത് ഏതൊക്കെയാ? മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്ത് എന്നിവയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി കൊണ്ടുവന്നത് ദ്വിതല പഞ്ചായത്ത്, 2 തലത്തിലുള്ള പഞ്ചായത്തുകളാണ്. അതിലൊന്നാമത്തത് മണ്ഡൽ പഞ്ചായത്ത്, മറ്റത് ജില്ലാ പരിഷത്ത് എന്നിവ. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ ഈ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനാരുടെ ചുമതലയാണ്? ഗ്രാമങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് മണ്ഡൽ പഞ്ചായത്തും. ജില്ലാ പരിഷത്ത് എന്തിൻ്റെ ചുമതല വഹിച്ചു? ജില്ലാതല ആസൂത്രണ ചുമതലയും വഹിച്ചിരുന്നു. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകി. അപ്പോൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് എന്ത് നൽകി? ഭരണഘടനാ സാധുത നൽകി. പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഏത്? അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളിൽ പെടുന്നതാണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ആ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ഇതിൽ ജില്ലാ പരിഷത്തിനാണ് ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പരിഷത്തിന് എന്താണ്? പഞ്ചായത്തുകളുടെ മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ്. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയവർ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്ന കമ്മിറ്റിയാണ് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി. 1978 അശോക് മേത്ത കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ഇനി നമ്മൾ പറയുന്നത് തുടക്കം രാജസ്ഥാനിൽ. എന്താണ് രാജസ്ഥാനിൽ തുടങ്ങിയെന്ന് നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു നേരത്തേക്ക്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ രാജസ്ഥാനിലാണ്. എന്നാണ് വന്നത്? 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യമായിട്ട് വന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണ്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. ആരാണിത് ഏത് വർഷം? 1959 ഒക്ടോബർ 2 നിലവിൽ വന്നത്. ഇനി അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ഈ 1959 ആ വർഷം തന്നെ എവിടെയൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അതുപോലെ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും എന്ത് നിലവിൽ വന്നു? പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നു. ഇനി നമ്മൾ ഭരണഘടനാ ഭേദഗതിയിലേക്കാണ് പോകുന്നത്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അപ്പോൾ എന്താണ്? ഈ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ വന്നപ്പോൾ ഇത് രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിൽ അതിന് കാലതാമസം വന്നു. അപ്പോൾ ഇതെന്ത് ചെയ്തു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ ആര് തീരുമാനിച്ചു? 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായത് ഏതൊക്കെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 73, 74 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ 73, 74 ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം 1992. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പം നഗരപാലികാ നിയമം നിലവിൽ വന്നത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് രണ്ടും ഏത് വർഷമാണ്? 1992-ലാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനം. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലികാ സംവിധാനം. അപ്പോൾ ഇത് രണ്ടുമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. നോക്കാം. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ പഞ്ചായത്ത് രാജിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗ്രാമസഭകളുടെ രൂപീകരണം. അപ്പോൾ ഒന്നാമത്തത് ഗ്രാമസഭകളുടെ രൂപീകരണം. ഇനി ഭരണകാലാവധി എത്ര വർഷം? ഗ്രാമപഞ്ചായത്തുകളിൽ 5 വർഷം. ഇനി പട്ടികജാതി പട്ടികവർഗ സംവരണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംവരണമുണ്ട്. വനിതാ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനിതാ സംവരണമുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന ചുമതലയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ വരും. അപ്പോൾ 5 വർഷത്തിലൊരിക്കലാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അത് ഏതൊക്കെയാണ്? നമ്മൾ ഇന്ന് കാണുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് ഏത്? നമ്മുടെ 73-ാം ഭരണഘടനാ ഭേദഗതി 1992 നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്ത് നമ്മൾ 74-ാം ഭരണഘടനാ ഭേദഗതി അഥവാ നഗരപാലികാ സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താണ്? വാർഡ് സഭകളുടെ രൂപീകരണം. നഗരങ്ങളിൽ നമ്മൾ മുനിസിപ്പാലിറ്റികളിൽ നമുക്ക് പഞ്ചായത്തുകൾക്ക് പകരം നമ്മൾ പറയുന്ന ഗ്രാമസഭകൾക്ക് പകരമുള്ളതാണ് വാർഡ് സഭകൾ. അപ്പോൾ വാർഡ് സഭകളുടെ രൂപീകരണമാണ് നഗരപാലികാ നിയമത്തിൽ പറയുന്നത്. ഭരണകാലാവധി എത്ര വർഷം തന്നെയാണ്? 5 വർഷം തന്നെയാണ്. ഇവിടെയും പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. പിന്നെന്താണ്? തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. ഇനി 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കും. ഇനി എന്താണ്? ഇവിടെ 2 തരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, നഗരപഞ്ചായത്തുണ്ട്, മുനിസിപ്പൽ കൗൺസിലുമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? 2 തരത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ നഗരപാലികാ സംവിധാനത്തിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നഗരപാലികാ സംവിധാനം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഘടന എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അതിൽ തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം. അതിൽ വരുന്നതാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ വരുന്നതാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് മുതലായവ. ഇനി നഗരപാലിക സംവിധാനത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? മുനിസിപ്പൽ കൗൺസിലുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളുമാണ്. അപ്പം നഗരപാലിക സംവിധാനത്തിൽ വരുന്നതാണ് മുനിസിപ്പൽ കൗൺസിലുകളും വരും, അതായത് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടുന്നത്. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോർപ്പറേഷനുകൾ ഉൾപ്പെടുന്നത്. അതാണ് നഗരപാലിക സംവിധാനം എന്ന് പറയുന്നത്. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ എന്നതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് നമ്മൾ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞാൽ
അപ്പോൾ ജനകീയ ആസൂത്രണം 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്നിട്ട് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് എന്ന് നമ്മൾ പറഞ്ഞു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. അപ്പോൾ ജനകീയാസൂത്രണം നിലവിൽ വന്നത് 1990 നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്? പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുക, ചുമതലകൾ നൽകുക, അവ നടപ്പിലാക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാനാണ് ജനകീയാസൂത്രണം വഴിയൊരുക്കിയത്. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം സംവരണമാണ് ഏർപ്പെടുത്തിയത്? 33% സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തിയത് എപ്പോഴാണ്? 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനമാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുന്നത്? 10% സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. ഇനി ചുമതലകൾ പല വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിലെന്തൊക്കെ ചുമതലകളുണ്ട്, എന്തൊക്കെ സേവനങ്ങളാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പഞ്ചായത്തുകളിലാണ്. സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ തുടങ്ങിയവ ആരാ നൽകുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇനി വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. അപ്പോൾ പഞ്ചായത്തിൽ വിവിധ തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണുള്ളത്. എവിടെ നിന്നൊക്കെയാണ് പഞ്ചായത്തിന് വരുമാനങ്ങൾ ലഭിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. പഞ്ചായത്തിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും ഉണ്ട്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്, ഗ്രാൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ കെട്ടിട നികുതി ഏതിൽ വരുന്നതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ നികുതിയിൽ ഉൾപ്പെടുന്നു. അതുപോലെ വരുമാന നികുതി. ഇനി വിനോദ നികുതി വരുമാന നികുതി അല്ല, തൊഴിൽ നികുതിയാണ്. തൊഴിൽ നികുതി, വിനോദ നികുതി, കെട്ടിട നികുതി ഇവയെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ പഞ്ചായത്തുകളിൽ വരുന്ന വരുമാനമാണ്. ഇനി പെർമിറ്റ് രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നും ഫീസുകളും, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ മറ്റു വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? പെർമിറ്റ് രജിസ്ട്രേഷൻ, പെർമിറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ നൽകുന്നത് ഇതൊക്കെ. അതുപോലെ ബസ് സ്റ്റാൻഡ് ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും, മൈതാനങ്ങൾ ഉണ്ടായിരിക്കും. ഇവയിൽ നിന്നൊക്കെ ഫീസുകൾ ചുമത്താനുള്ള അധികാരം ആർക്കാണ്? പഞ്ചായത്തുകൾക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചായത്തുകൾക്കുള്ള വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും എന്നത് നമ്മൾ ഓർത്തിരിക്കുക. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണം.
ഇത് മാത്രമല്ല സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മറ്റ് വരുമാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. പ്രാദേശിക വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകൾ നൽകാറുണ്ട്. ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളുണ്ട്. നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകൾ, ഇതൊക്കെ പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ വെല്ലുവിളികളെ കുറിച്ചാണ് പറയുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയാസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നത് കുറേ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഏതൊക്കെയാന്ന് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാമത്തേത് അധികാര വികേന്ദ്രീകരണം. പിന്നെ ഏതാണ്? കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ പറയുന്നുണ്ട്. അതിലെന്തൊക്കെയുണ്ട്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. ചില പദ്ധതികളൊക്കെ പറയും, പക്ഷെ അതിൻ്റെ വിഹിതം എന്ത് ചെയ്യത്തില്ല, സമയത്തിൽ ലഭിക്കത്തില്ല. വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യം. ഇനി വികേന്ദ്രീകരണം എന്നത് പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം. ഗ്രാമസഭകളിലെ ജനപങ്കാളിത്തം കുറയുന്നത്. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്. ഇതൊക്കെ പഞ്ചായത്തുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇനി എന്താണ്? ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഇതൊക്കെ പഞ്ചായത്തുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. ഇനി അപ്പോൾ ഇത്രയുമൊക്കെയാണ്. ജനാധിപത്യം അർത്ഥവത്താകുന്നത് എങ്ങനെയാണ്? അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ് അധികാര വികേന്ദ്രീകരണം എന്നത് സാധ്യമാകുന്നത്. അപ്പോൾ ജനാധിപത്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണ്? നമ്മളും ജനങ്ങളും ഇതിൽ പങ്കാളികളാകുമ്പോൾ, ജനാധിപത്യ വ്യവസ്ഥയിൽ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥമാകുന്നത്. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുന്നതിന് അനിവാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ജനാധിപത്യം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന, അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.